അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ശശി തരൂരിനെ വേണ്ട വിധത്തിൽ കോൺഗ്രസ് പാർട്ടി സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അങ്ങനെ തന്നെയാണ് ആ തരത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു മുഖ്യമന്ത്രി ആകേണ്ട കേരളത്തിൽ ഇടയ്ക്ക് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് കേട്ടിരുന്നു. ഇങ്ങനെ ഈ രീതിയിൽ ഉള്ള ഒരു വ്യക്തി കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹത്തിന്റെ നിലപാടുകളെ പ്രതിരോധിക്കേണ്ട തരത്തിലേക്ക് പാർട്ടി പ്രവർത്തകർ പോകുന്നു എന്നൊരു കാര്യം കൂടി. ഇപ്പോൾ കെ സുധാകരന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയിരുന്നു. അത് പരിശോധിക്കും, പഠിക്കും, ശശി തരൂരുമായി സംസാരിക്കും, വിശദമായ പ്രതികരണം ഉടനെ തന്നെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞാനും നന്നായിട്ട് അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ടെന്നാണ്. ഉപദേശിച്ചതിന്റെ ഫലം കണ്ടില്ല എന്ന് വേണം. അമൽ തേനംപറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഈ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പാർട്ടി വോട്ടുകൾക്കപ്പുറമുള്ള വോട്ടുകൾ, പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകൾ സമാഹരിക്കാൻ തരത്തിലുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ നിലവിൽ കേരളത്തിലില്ല. ആ വോട്ടുകൾ വേണം, അനിവാര്യമാണ് ജയത്തിന്. അങ്ങനെയുള്ള ഒരു നേതാവ് ഇല്ല എന്ന് പറയുമ്പോൾ ആ തരത്തിലേക്ക് വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂന്നാം വട്ടവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് തരൂർ. മാത്രമല്ല അങ്ങനെ വോട്ട് തനിക്ക് കിട്ടുന്നുണ്ട് തിരുവനന്തപുരത്ത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അത് ശരിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 4 തവണയും തരൂർ മത്സരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ നിയമസഭയുടെ ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന് കാര്യമായ വോട്ട് വിഹിതം ഇല്ലാത്ത ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് തിരുവനന്തപുരം. തരൂർ മത്സരിക്കുമ്പോൾ കൃത്യമായി തന്നെ ആ വോട്ട് തരൂരിന് വീഴുകയും ചെയ്യുന്നു. തരൂരിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ കിട്ടുന്ന വോട്ടുകൾ കൂടി അതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ വിജയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ പോലും, ഇപ്പോൾ CPM-ന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ധർമ്മടവും മട്ടന്നൂരും പോലെയുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. ഏകപക്ഷീയമായി അവർക്ക് വിജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ, പാർട്ടി വോട്ടുകൾ മാത്രം കിട്ടിയാൽ CPM-ന് ജയിക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നിലവിലെ ഒരു കണക്ക്. മറ്റ് വോട്ടുകൾ കൂടി, പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി കിട്ടിയാണ് ജയിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അത് കൃത്യമായി തന്നെ കെ മുരളീധരൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. തരൂരിന് വ്യക്തിപരമായി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണ്, യുവാക്കൾക്കിടയിലൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ തരൂരിന് പാർട്ടിയെ അടിത്തട്ട് മുതൽ ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയേണ്ടി വരും. ആരിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തരൂരിൻ്റെ പല പ്രസ്താവനകളും പാർട്ടി പ്രവർത്തകർ പ്രതിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തരൂരിൻ്റെ അതൃപ്തിക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് KPCC ഓഫീസിൽ തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. തരൂരിനൊരു മുറി പോലും അനുവദിച്ചിട്ടില്ല എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പാർട്ടിയും തരൂരും തമ്മിൽ അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാർക്കും പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾക്കും എല്ലാം KPCC ഓഫീസിൽ മുറിയുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് മുറിയുണ്ട്. അങ്ങനെ എല്ലാവർക്കും മുറി നൽകിയിരിക്കുമ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിന് ഒരു മുറി പോലും അനുവദിക്കാതെ സംസ്ഥാന കോൺഗ്രസ് തരൂരിനെ ഇങ്ങനെ ഒഴിവാക്കുന്നു എന്നൊരു പ്രശ്നമാണ് തരൂരിനുള്ളത്. തരൂരിനെ ഒന്ന് കേട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. ദേശീയ നേതൃത്വവും അതിന് കൂട്ടാക്കുന്നില്ല. പരിഹാസമാണ് പലപ്പോഴും സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾക്ക് മറുപടിയായി പറയുന്നത്. ഇന്നിപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണം അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ആരാണ് വിശ്വപൗരനെ ഉപദേശിക്കാൻ എന്നൊരു പരാമർശമായിരുന്നു കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, കുറച്ചുകൂടി ഒന്ന് മയപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണമാണ് കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശശി തരൂരിനെ പാർട്ടിക്ക് ആവശ്യമുണ്ട്, കോൺഗ്രസിന് ആവശ്യമുണ്ട് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്.